ഡിജിറ്റൽ തെളിവുകൾ ഒന്നുമില്ല. ട്രാക്ക് ചെയ്യാൻ ഒരു മൊബൈൽ ഫോൺ പോലുമില്ല. മാസങ്ങളായി പോലീസിന്റെ ഉറക്കം കെടുത്തിയ സ്നേഹ മെർലിൻ എന്ന പോക്സോ കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത് അതീവ ജാഗ്രതയോടെയായിരുന്നു. പോലീസ് ടവറുകളും സൈബർ സെല്ലിന്റെ നിരീക്ഷണങ്ങളും നിഷ്പ്രഭമാക്കാൻ ഇവർ ഫോൺ പൂർണ്ണമായി ഉപേക്ഷിച്ചു. എന്നാൽ ഫോൺ സാങ്കേതിക വിദ്യയേക്കാൾ ശക്തമായ പരമ്പരാഗത അന്വേഷണ മികവുമായാണ് മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ NP രാഘവന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വലവിരിച്ചത്. കണ്ണൂരിലെ പഴയൊരു പോക്സോ കേസിൽ ജാമ്യം ലഭിച്ച ശേഷം കാസർകോട്ടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ വിശ്വസ്തയായി മാറി അവിടെ താവളമാക്കിയായിരുന്നു മെർലിന്റെ പീഡനങ്ങൾ. വ്യാജ കഥകൾ മെനഞ്ഞ് കുടുംബത്തിന്റെ അനുകമ്പ പിടിച്ചുപറ്റിയ ഇവർ പെൺകുട്ടിയെ ക്രൂരമായി ചൂഷണം ചെയ്തു. പെൺകുട്ടി നേരിട്ട ആഘാതത്തിൽ നിന്ന് കരകയറാൻ 2.5 മാസത്തെ കൗൺസിലിംഗ് വേണ്ടിവന്നു. കുട്ടി ചൈൽഡ് ലൈന് നൽകിയ ഞെട്ടിക്കുന്ന മൊഴിയോടെ പോലീസ് കേസെടുത്തുവെങ്കിലും വിവരമറിഞ്ഞ മെർലിൻ ഉടൻ തന്നെ അപ്രത്യക്ഷയാവുകയായിരുന്നു. ഇവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തെങ്കിലും ഇവർ ഒളിവിൽ തുടരുകയായിരുന്നു. കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരമായിരുന്നു. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മെർലിന് ഒരു ബന്ധുവീടുണ്ടെന്ന വിവരം സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ചു. തുടർന്ന് ദിവസങ്ങളോളം ഈ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാക്കി. പകൽ സമയങ്ങളിൽ പോലീസ് എത്ര തെരഞ്ഞിട്ടും ഈ വീട്ടിൽ മെർലിന്റെ ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. എന്നാൽ മയിലെ താവളത്തിലേക്ക് ഇവർ രാത്രികാലങ്ങളിൽ മാത്രമാണ് എത്തുന്നതെന്നും നേരം പുലരും മുൻപ് അവിടെ നിന്ന് മാറുമെന്നും ഇൻസ്പെക്ടർ NP രാഘവനും സംഘവും മനസ്സിലാക്കി. തുടർന്ന് ASI മനുവും സ്ക്വാഡ് അംഗങ്ങളും ഉൾപ്പെട്ട സംഘം ആ പ്രദേശത്ത് തന്ത്രപരമായി നിലയുറപ്പിച്ചു. വീടിന് ചുറ്റും അതീവ രഹസ്യമായി പോലീസ് വലവിരിച്ചു. പ്രതി വീട്ടിലെത്തി എന്ന് ഉറപ്പുവരുത്തിയ നിമിഷം ഒട്ടും സമയം കളയാതെ പോലീസ് സംഘം വീട് അതിവേഗം വളഞ്ഞു. പോലീസിനെ വെട്ടിച്ച് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ച മെർലിന് ഇത്തവണ വഴി അടഞ്ഞിരുന്നു. ഒടുവിൽ രാത്രി 8:30-യോടെ മെർലിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ പ്രതിക്ക് ഒളിത്താവളമൊരുക്കിയ ബന്ധുക്കൾക്കെതിരെയും കേസെടുക്കാൻ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് മെർലിന്റെ കുറ്റകൃത്യത്തെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നോ എന്നതിൽ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്.